അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മുടെ മനുഷ്യപിതാവ് ആദം അലൈഹിസ്സലാം സ്വർഗത്തിൽ വളരെ തൃപ്തിയോടുകൂടിയും സുഖത്തോടുകൂടിയും ജീവിക്കുന്ന സമയത്ത് പിശാചിൻ്റെ പ്രേരണ മൂലം കഴിക്കരുതെന്ന പഴം കഴിക്കുകയും സ്വർഗത്തിൽ നിന്ന് പുറത്താവുകയും ചെയ്തു. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ച കൽപ്പനയാണ് ഫഇമ്മാ യഅ്തിയന്നകും മിന്നീ ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നേർമാർഗം എന്നിൽ നിന്ന് അഥവാ അള്ളാഹുവിൽ നിന്ന് വന്നെത്തുമ്പോൾ ആർ നേർമാർഗം പിന്തുടരുന്നുവോ അവർക്ക് ദുഃഖിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. ദുഃഖമെന്നത് കഴിഞ്ഞ കാലത്ത് സംഭവിച്ച കാര്യങ്ങളിലുണ്ടാകുന്ന പ്രയാസവും വിഷമവുമാണ്. ഖൗഫ് ഭയമെന്നത് വരാനിരിക്കുന്ന കാലത്ത് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ആശങ്കയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ദുഃഖത്തിന് ഡിപ്രഷൻ എന്ന് പറയും. അതേപോലെ ഖൗഫിന് സ്ട്രെസ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കഴിഞ്ഞ കാലത്തെക്കുറിച്ചും വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ, ഒന്ന് വിഷമിക്കുന്ന കാര്യങ്ങൾ, ദുഃഖിക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു അക്രമം അഥവാ ക്രമമല്ലാത്ത അവസ്ഥ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ദുഃഖം വന്നു ചേരുന്നത്. ഈ ദുഃഖത്തെ ഒഴിവാക്കാനും അതേപോലെ ഭയത്തെ മാറ്റി നിർത്താനും ഒരാൾക്ക് സാധിക്കുന്നത് അയാൾ ജീവിക്കുന്ന ഇടത്തും ജീവിക്കുന്ന സമയത്തും ജീവിക്കുന്ന ആ സെക്കൻഡിലും ഏത് കാര്യം വന്നാലും അള്ളാഹുവിന് തൃപ്തിയുള്ള ഒരു നിലപാടെടുക്കുക എന്നതാണ് പ്രധാനം. അള്ളാഹുവിന് തൃപ്തിയുള്ള നിലപാടറിയണമെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഖുർആനെയും ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ ആഴത്തിൽ പഠിക്കുന്നവരിൽ ഉൾപ്പെടാൻ നമ്മൾ ശ്രമിക്കണം. ഖാല ഹ്ബിതു മിൻഹാ ജമീഅ യഅ്ലുക്കും ബഅ്ലുക്കും ലിബഅ്ലിൻ അദുവ്വൻ ഫഇമ്മാ യഅ്തിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ യളില്ലു വലാ യഷ്ഖ. ആ ഒരു മാർഗത്തെ, അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് വരുന്ന സന്മാർഗത്തെ സ്വീകരിക്കുന്ന ആളുകൾക്ക്, അത് പിൻപറ്റുന്നവർക്ക് വഴിപിഴക്കേണ്ടതില്ല, അവർ ബുദ്ധിമുട്ടേണ്ടി വരികയില്ല. നേർവഴിയിലൂടെ സഞ്ചരിക്കാൻ, അല്ലെങ്കിൽ ഈ ലോകത്ത് ബുദ്ധിമുട്ടാതിരിക്കാൻ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട സംഗതിയാണ്, ഈ ലോകത്ത് പ്രയാസപ്പെടാതിരിക്കാൻ, ഈ ലോകത്ത് ഭയപ്പെടാതെ ജീവിക്കാൻ, ഈ ലോകത്ത് ദുഃഖമില്ലാതെ ജീവിക്കാൻ, ഈ ലോകത്ത് വഴിപിഴക്കാതെ ജീവിക്കാൻ അള്ളാഹു തന്ന ഖുർആനെയും സുന്നത്തിനെയും ഇഞ്ചോടിഞ്ച് അനുസരിക്കുക എന്നതല്ലാതെ വേറെ ഒരു മാർഗവും ഒരാൾക്കുമില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഈ 4 കാര്യങ്ങൾ, ഭയം, ദുഃഖം, വഴിപിഴച്ചു പോകൽ, വഴി തെറ്റിപ്പോകൽ, വഴി അറിയാതിരിക്കൽ, അതേപോലെ പ്രയാസപ്പെടൽ, ഈ 4 കാര്യവും സംഭവിക്കുന്നത് ഏതെങ്കിലും നിലക്ക് സന്മാർഗത്തിൽ നിന്നും നബിചര്യയിൽ നിന്നും ഇസ്ലാമിൽ നിന്നും ഖുർആനിൽ നിന്നും അള്ളാഹുവിൻ്റെ താല്പര്യങ്ങളിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൃപ്തിയിൽ നിന്നും മാറിപ്പോകുമ്പോഴാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി എന്തൊക്കെ തിന്മയുണ്ടോ അതിൻ്റെ ആസ്വാദനങ്ങളെ ഒഴിവാക്കി എന്തൊക്കെ നന്മയുണ്ടോ അതൊക്കെ ആസ്വദിച്ച് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.